പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും സംഗീതം കേൾക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ചിലർക്കാകട്ടെ പാട്ട് പാടുന്നതിലാണ് സന്തോഷം. ഈ സംഗീതം ശ്രവിക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യപരമായി ധാരാളം നേട്ടങ്ങൾ തരുന്ന ഒന്നാണ്. പക്ഷെ പലർക്കും അതിനെപ്പറ്റിയുള്ള ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ഈ അടുത്ത കാലത്താണ് പേപ്പറിൽ വന്ന ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ആ ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അവിടെ രോഗിക്ക് സംഗീതം കേൾക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുന്നു അത്രേ. അപ്പോൾ മ്യൂസിക് കേൾക്കുന്നത് നമുക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമോ? എങ്കിൽ അത് എങ്ങനെയാണ്? അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല സംഗീതം ശ്രവിക്കുമ്പോൾ ചെയ്യുന്നത്, അത് ആരോഗ്യപരമായി നമുക്ക് മറ്റു പല പ്രയോജനങ്ങളും നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ മ്യൂസിക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സ്ട്രെസ് അല്ലെ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ്. നമ്മുടെ ആധുനിക ജീവിത ശൈലി അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളിലും സ്ട്രെസ് ഉണ്ടാകാം. ചെറുപ്പക്കാർക്ക് മുതൽ വളരെ പ്രായം ചെന്നവർക്ക് വരെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ ഏറ്റവും പറ്റിയ അല്ലെ ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് നമ്മൾ സംഗീതം ശ്രവിക്കുക എന്നുള്ളത്. നമുക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉള്ളപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ടെൻഷൻ ഒരു കുറവ് വരും. മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായി വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. കാരണം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അഡ്രിനോജനിക് ഹോർമോൺ, അതായത് കോർട്ടിസോൺ, അഡ്രിനലിൻ, നോർ അഡ്രിനലിൻ തുടങ്ങിയ ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനം മൂലം നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും, ഉദാഹരണമായിട്ട് ഡയബറ്റീസ് പോലെയുള്ള പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹൃദയാഘാതമാണ്. സ്ട്രെസ് കൂടുതലുള്ളപ്പോൾ നമുക്ക് ഹൃദയാഘാത സാധ്യത വളരെ വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ശ്രവിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം, നമുക്ക് ഹൃദയാഘാതം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സംഗീതം ശ്രവിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് സ്ട്രെസ്സിനെ ലഘൂകരിക്കുന്നു. സ്ട്രെസ്സാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ. അപ്പോൾ സ്ട്രെസ് സമയത്ത് ഉണ്ടാകുന്ന അഡ്രിനലിൻ, നോറഡ്രിനലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം നമ്മുടെ BP ഉയരുന്നു, നമ്മുടെ ഹൃദയ സ്പന്ദന റേറ്റ് കൂടുന്നു, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഹൃദയാഘാതം ഉണ്ടാകുവാൻ കാരണങ്ങളാണ് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും നമ്മൾ സംഗീതം ശ്രവിക്കുന്നത് വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഈ സംഗീതം ശ്രവിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ശ്രവിക്കുന്നത് നമുക്ക് നല്ല ഉറക്കം പ്രദാനം ചെയ്യും. അങ്ങനെ നല്ല ഉറക്കം കിട്ടുന്നതും നമ്മുടെ BP കുറയുന്നതും ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. സംഗീതം ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില ഹോർമോണുകളാണ്. അതായത് അഡ്രിനോജനിക് ഹോർമോണുകളായ ഈ അഡ്രിനലിൻ, നോറഡ്രിനലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉത്പാദനം കുറയുന്നു. കൂടാതെ സുഖ ഹോർമോണുകളായ ഡോപ്പമിൻ, എൻഡോർഫിൻ, സിറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉത്പാദനം നമ്മുടെ തലച്ചോറിൽ കൂടുതലായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഈ ഡോപ്പമിൻ എന്ന ഹോർമോണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് നമുക്ക് സുഖാവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അത് തലച്ചോറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഇഷ്ടമുള്ള ഒരു സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും ഡോപ്പമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമുക്ക് ഒരു സുഖാവസ്ഥ പ്രദാനം ചെയ്യുന്നു. നമുക്ക് കൂടുതൽ പാട്ട് അല്ലെ കൂടുതൽ സംഗീതം നമുക്ക് ശ്രവിക്കുവാൻ നമ്മളെ കൂടുതലായിട്ട് അത് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോർമോണുകളുടെ വ്യത്യാസം വരുന്നു. ഇതുകൂടാതെ നമുക്ക് മ്യൂസിക് തെറാപ്പി എന്ന ഒരു ചികിത്സാ വിഭാഗം തന്നെ ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്. അതായത് പല രോഗങ്ങളും നമുക്ക് മ്യൂസിക് കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതിലൊന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹൃദയാഘാതം വരാതിരിക്കാൻ ഇത് സഹായിക്കുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഈ മ്യൂസിക് തെറാപ്പി എന്ന ചികിത്സാ ശാഖ ഉണ്ട്. അതിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണാണ് അത് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ചില ആശുപത്രികളിലെങ്കിലും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് രോഗികൾക്ക് സംഗീതം ശ്രവിക്കാനുള്ള സംവിധാനം ചില ഹോസ്പിറ്റലുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലവിധ പ്രയോജനങ്ങളാണ് സംഗീതം നമ്മൾ ശ്രവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് കൂടുതൽ സംഗീതം ശ്രവിക്കുവാനും നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും തദ്വാര നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഹൃദയ ആഘാതത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുവാനും സാധിക്കും. അപ്പോൾ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്ത്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.